ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുസ്ലിം കുറ്റകൃത്യങ്ങളിൽ നിന്നും ജൂതന്മാരെയും ഇസ്രായേലിനെയും രക്ഷിക്കാൻ AFD അഥവാ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന സംഘടന ഈ പാർട്ടിയെ രക്ഷിക്കണം എന്ന ആവശ്യവുമായി ഇലോൺ മസ്ക് രംഗത്ത് വന്നു. ഫെബ്രുവരി 23 ജർമ്മനിയിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിലാണ് AFD എന്ന വലതുപക്ഷ പാർട്ടിക്ക് വേണ്ടി ഇലോൺ മസ്ക് വാദിക്കുന്നത്. എക്സ് എന്ന തന്റെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമിൽ തന്റെ അക്കൗണ്ടിൽ നിന്നും ഇലോൺ മസ്ക് AFDക്ക് അനുകൂലമായ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നുമുണ്ട്. എന്താണ് AFD എന്ന പാർട്ടിയുടെ പ്രത്യേകതകൾ? സ്വന്തം രാജ്യത്തിന്റെ പൈതൃകവും സംസ്കാരവും സംരക്ഷിക്കണമെന്ന് വാദിക്കുന്ന പാർട്ടിയാണ്. ഇക്കാര്യത്തിൽ ഇന്ത്യയിലെ RSSുമായി സാമ്യം തോന്നും ചിലപ്പോൾ. അതുപോലെ വിദേശത്ത് നിന്നുള്ള ഇസ്ലാം കുടിയേറ്റത്തെ നഖശിഖാന്തം എതിർക്കുന്ന പാർട്ടി കൂടിയാണിത്. ഇതാണ് ഇവിടത്തെ മതേതര കോൺഗ്രസ് പോലെയുള്ള ജർമ്മനിയിലെ ഇടതുപക്ഷ പാർട്ടികളെ വിരളി പിടിപ്പിക്കുന്നത്. ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്നാണ് AFD എന്നതിന്റെ മുഴുവൻ രൂപം. ജർമ്മനിയിൽ പൊതു തെരഞ്ഞെടുപ്പിൽ തീരെ പ്രാധാന്യമില്ലാതിരുന്ന AFD വളരെ പെട്ടെന്നാണ് വളർന്നത്. പ്രത്യേകിച്ചും ജർമ്മനിയിൽ ഇസ്ലാമിക തീവ്രവാദം പടർന്നു പിടിച്ചത് AFDക്ക് വളരെ വളമായി. അതോടുകൂടിയാണ് 2017 തെരഞ്ഞെടുപ്പിൽ 94 സീറ്റുകൾ നേടി AFD 3-ാം സ്ഥാനത്തെത്തിയത്. 2023 മുതൽ ജർമ്മനിയിലെ രണ്ടാമത്തെ ശക്തമായ പാർട്ടിയായി AFD മാറി. ഇലോൺ മസ്ക് അതാത് രാജ്യത്തിന്റെ സംസ്കാരം നശിപ്പിച്ചുകൊണ്ടുള്ള ആഗോളവൽക്കരണത്തിനെതിരാണ്. അതാത് രാജ്യത്തിന്റെ പൈതൃകവും സാംസ്കാരിക തനിമയും കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ ആ രാജ്യം അഭിവൃദ്ധിപ്പെടൂ എന്ന അഭിപ്രായക്കാരനാണ് ഇലോൺ മസ്ക്. ഇലോൺ മസ്കിന് അതാത് രാജ്യത്തിന്റെ അഭിവൃദ്ധിയും പ്രൗഢിയും ആ രാജ്യത്തിന്റെ നിലനിൽപ്പും വളരെ പ്രാധാന്യമുള്ളതാണ്. ആലീസ് വെയ്ഡലാണ് ഈ പാർട്ടിയുടെ നേതാവ്. ഇസ്ലാമിക തീവ്രവാദത്തിൽ നിന്നും മുസ്ലിങ്ങളുടെ കുറ്റകൃത്യങ്ങളിൽ നിന്നും ജൂതന്മാരെയും ഇസ്രായേലിനെയും രക്ഷിക്കാൻ ജർമ്മനിക്ക് ഉത്തരവാദിത്വമുണ്ടെന്നും ആലീസ് വെയ്ഡൽ വിശ്വസിക്കുന്നു. ആണവോർജ്ജം വേണ്ട എന്ന് വെച്ചവരാണ് ജർമ്മനിയിലെ മറ്റു പാർട്ടികൾ. ഇത് ജർമ്മനിയെ ഊർജത്തിന്റെ കാര്യത്തിൽ ദരിദ്രരാക്കി മാറ്റി. എന്നാൽ AFD ന്യൂക്ലിയർ പവർ വേണമെന്ന് വാദിക്കുന്നവരാണ്. AFD എന്ന പാർട്ടിക്ക് മാത്രമേ ജർമ്മനിയെ രക്ഷിക്കാനും ആ രാജ്യത്തെ ലോകത്തെ മികച്ച രാഷ്ട്രമാക്കി മാറ്റാനും കഴിയൂ എന്നും ഇലോൺ മസ്ക് വിശ്വസിക്കുന്നു. അഭയാർത്ഥികൾ ജർമ്മനിയെ മാത്രമല്ല നശിപ്പിച്ചത്, ജർമ്മനിയുടെ സമാധാനം മാത്രമല്ല തകർന്നത്. ഇവർ ലോകത്തിന്റെ ഏതു കോണിൽ ഇവരെത്തിച്ചേർന്നിട്ടുണ്ടോ അവിടെയൊക്കെ മതവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഇവരുടെ തീവ്രവാദം, ഇവരുടെ ആശയം, ഇവരുടെ മതം വളർത്തിയെടുക്കാൻ ഇവർ കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ട്. I come from Lebanon. I was born and raised in Lebanon, which used to be the only... ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. വളരെ പെട്ടെന്ന് വായിക്കണം, കാരണം അതിനകത്ത് തന്നെയുണ്ട് അതിൽ അവരെന്താണ് പറയുന്നത് എന്നതിൻ്റെ മലയാളം അതിനകത്ത് തന്നെയുണ്ട്. അപ്പം ഞാൻ അല്പം സ്പീഡ് ഒന്ന് കുറച്ച് നോർമൽ സ്പീഡിലാക്കി തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് അവർ പറയുന്നതെന്ന്. ഒരു അമേരിക്കയിൽ ഒരു സ്ത്രീ, ഒരു അഭയാർത്ഥിയായിട്ടുള്ള സ്ത്രീ വന്ന് ഒരു ചാനൽ ഡിബേറ്റിനിരിക്കുന്ന 3 പേര്, അതിലെ ഒരു മാധ്യമ പ്രവർത്തകയോട് ചോദിക്കുന്ന ഒരു ചോദ്യവും അതിന് മാധ്യമ പ്രവർത്തക പറയുന്ന ഉത്തരവുമാണ് ഇതിനകത്തുള്ളത്. നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. I come from Lebanon. I was born and raised in Lebanon, which used to be the only majority Christian country in the Middle East. We were open-minded, we were fair, we were tolerant, we were multicultural. We prided ourselves in our multiculturalism. We had open border policy. We welcomed everyone to come to our country because we wanted to share with them the westernization which we had created in the heart of the Arabic world. Muslims used to send their children to study in our universities because we had built the best universities in the Arabic world. They graduated and worked in our economy because we had built the best economy in the Middle East, even though we did not have any oil. Beirut became Paris of the Middle East, the banking capital of the Middle East. In 1965, National Geographic magazine had on its front cover, Lebanon, Eden of the Middle East. Unfortunately, all this began to change as the years went by. See, we got our independence in the early 40s. But by the 60s and 70s, the Christians had become the minority and the Muslims had become the majority in Lebanon. And as the Islamic population grew in the country,
The country became less and less tolerant because they started pushing for more rights that were not compatible with our Judeo-Christian value system that we had created. And that's when the problem started. The problem was contained until the influx of the Palestinians out of Jordan in 1970, when Lebanon brought them in because we already had refugee camps. Actually, at that time, Lebanon was the only country in the Middle East to accept the third wave of Palestinians into Lebanon. The majority of them were Muslims. They put their heads together with the Muslims in Lebanon and declared jihad on the Christians. What they wanted to do is create a base from which to fight Israel, kill the Jews, and throw them into the sea. Something they tried to do in Jordan. Yasser Arafat and the Palestinians tried to do in Jordan, but they failed because of the dictatorship of the king. Yet they were able to come to Lebanon, use our open-mindedness, our fairness, our tolerance, our multiculturalism, and our democracy to topple our democracy. My 9/11 happened to me in 1975, when radical Muslims blew up my home, bringing it down, burying me under the rubble wounded, as they shouted Allahu Akbar. My only crime was that I was a Christian living in a Christian town. I ended up in a hospital for 2.5 months. And as I laid in a hospital bed, hooked up to IVs in both arms, I would ask my parents, why did they do this to us? Why did they attack us? And my father would tell me, because we are Christians, the Muslims consider us infidels and they want to kill us. So I knew since I was a 10-year-old child that I am wanted dead simply because I was born into the Christian faith and lived in a Christian town. This is something so foreign to Christians in America. Because in America, our idea of persecution is, oh, I took my Bible with me to work today and people looked at me funny. That's our idea of persecution. Where I come from, our idea of persecution is they want to walk into this church and start shooting at you and killing you. Just like what they're doing in Iraq right now, just like what they're doing in Egypt right now, just like what they're doing in Syria, just like what they did in Lebanon. Actually, what launched the all-out war in Lebanon was 4 Muslims walked into a church service on a Sunday morning just like this and started shooting at people. That's what started the Lebanese civil war. ഇതിനേക്കാൾ കൂടുതൽ ഇസ്ലാമിക തീവ്രവാദത്തെ നമ്മൾ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഇനി മനസ്സിലാകാത്ത ആളുകൾ ഓരോ ഭാഗം അവർ പറയുമ്പോഴും അതിൻ്റെ മലയാളം ടൈപ്പ് ചെയ്ത് അതിനകത്ത് വരുന്നുണ്ട്. അത് സ്ക്രീൻഷോട്ട് എടുക്കാം. മുമ്പൊരിക്കൽ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ വീണ്ടും അതിൻ്റെ മലയാളം പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയം കവർന്നെടുക്കണ്ടെന്ന് വിചാരിക്കുന്നത്. ചർച്ചിൽ സമാധാനമില്ല, വീടുകളിൽ സമാധാനമില്ല, പൊതുനിരത്തുകളിൽ സമാധാനമില്ല, കച്ചവട സ്ഥലത്ത് സമാധാനമില്ല, പാർക്കുകളിൽ സമാധാനമില്ല. ഈ അഭയാർത്ഥികളായി കയറി വന്ന ഈ തീവ്രവാദികൾ അല്ലാഹു അക്ബർ എന്ന് മുഴക്കി ആളുകളെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ടിരിക്കുന്നു. 10 വയസ്സുകാരിയായ ഒരു കുട്ടിക്ക് വീട്ടിനകത്ത് പോലും സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നില്ല. ആ 10 വയസ്സുകാരി ചിന്തിക്കുന്നു, ഞാൻ ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ കൊല്ലപ്പെടേണ്ടവളാണ് എന്നാണ് ഇവർ നൽകുന്ന സന്ദേശമെന്ന്. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഇസ്ലാമിക തീവ്രവാദത്തെ സംബന്ധിച്ച് നമ്മൾക്ക് വ്യക്തമായി കിട്ടുന്നത്? എവിടെ നിന്ന് കിട്ടും? ഒരു അമേരിക്കക്കാരിയായ മാധ്യമ പ്രവർത്തകയുടെ നാവിലൂടെ വളരെ കൃത്യമായ രൂപത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്താണ് ഇവരുടെ ലക്ഷ്യമെന്നും എന്താണ് ഇവരുടെ പ്രവർത്തന രീതികളെന്നും മറ്റുള്ളവർ എങ്ങനെയാണ് ഇവരെ സഫർ ചെയ്ത് മുന്നോട്ട് പോകുന്നതെന്നും ചിത്രീകരിച്ചു കഴിഞ്ഞു. നന്ദി.